ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. നോമ്പിൻ്റെ ദിനങ്ങളിലൂടെ കടന്നു പോകുന്ന ഈ സമയത്ത് ഇന്നത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന വേദഭാഗം യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. ആദ്യ ഭാഗത്ത് അതിൻ്റെ ഇപ്രകാരം പറയുന്നു: ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു. എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും അവൻ നീക്കിക്കളയുന്നു. ഐ ആം ദ ട്രൂ വൈൻ. ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയാകുന്നു. പരമമായ ലക്ഷ്യപ്രാപ്തിക്കായി ചില വികലമായതിനെ വെട്ടിമാറ്റി പരിപൂർണമായത് കൊണ്ടുവരുന്നു. ദൈവജനമായ ഇസ്രായേലിനെ മുന്തിരിവള്ളിയായും മുന്തിരിത്തോട്ടമായും സാക്ഷ്യപ്പെടുത്തി വിവരണങ്ങൾ വിശുദ്ധ വേദപുസ്തകത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. ഹോശേയ-പ്രവചന പുസ്തകം 10-ാം അധ്യായം 1 മുതൽ 2 വരെ, യെശയ്യാവ് 5-1 മുതൽ 7 വരെ, യെരമ്യാവ് 2-21, യെഹെസ്കേൽ 15-1 മുതൽ 5 വരെ, 80-ാം സങ്കീർത്തനം 8 മുതൽ 18 വരെ. ഇവിടെയെല്ലാം ദൈവജനത്തെ മുന്തിരിവള്ളിയായും മുന്തിരിത്തോട്ടമായും സാക്ഷ്യപ്പെടുത്തിയുള്ള വ്യാഖ്യാനങ്ങൾ നമുക്ക് വായിക്കാം. എന്നാൽ ഈ ഭാഗങ്ങളിലൂടെയെല്ലാം നാം കടന്നു പോകുമ്പോൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു പ്രധാന കാര്യം, എപ്പോഴൊക്കെ ദൈവം ഇസ്രായേലിനെ മുന്തിരിവള്ളിയായോ മുന്തിരിത്തോട്ടമായോ വ്യാഖ്യാനിച്ച് പറഞ്ഞിട്ടുണ്ടോ അപ്പോഴൊക്കെ അനുബന്ധമായി ദൈവജനത്തിന് വരാനിരിക്കുന്ന ന്യായവിധിയെക്കുറിച്ചും പറയുന്നുണ്ട്. കാരണം ഇസ്രായേൽ ജനം ശരിയായ ഫലം പുറപ്പെടുവിച്ചിരുന്നില്ല. ഇവിടെ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ യേശു പറയുന്നു, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയാകുന്നുവെന്ന്. പഴയ നിയമത്തിൽ വിളിക്കപ്പെട്ട ദൈവജനത്തിന് സാക്ഷാൽ മുന്തിരിവള്ളിയാകാൻ കഴിഞ്ഞില്ല. യേശുക്രിസ്തുവാണ് ട്രൂ വൈൻ, സാക്ഷാൽ മുന്തിരിവള്ളി എന്ന് പറഞ്ഞിരിക്കുന്നത്. ഒരുപാട് അപൂർണതകളുടെ മധ്യേ പൂർണ്ണതയാണ് ക്രിസ്തു. ദൈവം എന്താണോ വിഭാവന ചെയ്തത് അതിൻ്റെ പൂർത്തീകരണമാണ് ക്രിസ്തു. നാം ക്രിസ്തുവിൽ വസിക്കണം. 3 ചെറിയ ചിന്തകൾ നമുക്ക് പങ്കുവയ്ക്കാം. ഒന്നാമത്, പരസ്പരം പൂരകമായ ഒരു ആത്മബന്ധം, റെസിപ്രോക്കൽ റിലേഷൻഷിപ്പ്. യേശുവുമായി നമുക്കുണ്ടാകേണ്ട ആത്മബന്ധം പരസ്പര പൂരകമാകേണ്ടുന്ന ഒരു ബന്ധമാണ്. ക്രിസ്തുവുമായി ഒരു സജീവ ബന്ധം ജീവിതത്തിൽ എന്നും, അതായത് നമ്മുടെ ജീവിത അന്ത്യം വരെ നിലനിർത്തുക. അതാണ് നമ്മുടെ ആത്മീക ജീവിതത്തിന് അനിവാര്യമാകേണ്ടുന്ന പ്രധാനപ്പെട്ട കാര്യം. പ്രസ്തുത വേദഭാഗം നാം പഠിക്കുമ്പോൾ അതിൻ്റെ ആദ്യത്തെ 8 വാക്യങ്ങളിൽ 6 പ്രാവശ്യം ഇൻ മീ, എന്നിൽ വസിപ്പിൻ എന്ന് യേശു ആവർത്തിച്ചു പറയുന്നു. പ്രിയരെ, നമ്മിൽ പലരും ഇന്ന് ദേവാലയത്തിലുണ്ട്, പല മുഖ്യ സ്ഥാനങ്ങളിലുമുണ്ട്. എന്നാൽ നമ്മിൽ ക്രിസ്തു ഉണ്ടോ? വി ആർ ഇൻ റിലീജിയൻ, വി ആർ ഇൻ ചർച്ച്, ആർ വി ഇൻ ക്രൈസ്റ്റ്? നാം ക്രിസ്തുവിൽ വസിച്ചാൽ മാത്രമേ നമ്മൾ യഥാർത്ഥ ഫലം പുറപ്പെടുവിക്കാൻ സാധിക്കുകയുള്ളൂ. വൃക്ഷം നല്ലതാണെങ്കിൽ ഫലവും നല്ലതായിരിക്കും. മത്തായി 12:33. അതുകൊണ്ട് നല്ല ഫലം കായ്ക്കാൻ വേണ്ടിയത് പരസ്പരം പൂരകമാകുന്ന ഒരു ആത്മബന്ധം നമുക്ക് ക്രിസ്തുവുമായി ഉണ്ടാകണം. രണ്ടാമതായി, സുസ്ഥിരമായൊരു ബന്ധം, അബൈഡിങ് റിലേഷൻഷിപ്പ്. റോമർക്കെഴുതിയ ലേഖനം 6-ാം അധ്യായം 22 ഇപ്രകാരം പറയുന്നു: എന്താണ് യഥാർത്ഥമായ ക്രിസ്തീയ ഫലം കൊണ്ടുദ്ദേശിക്കുന്നതെന്ന്. അവിടെ ഇതാണ് പറയുന്നത്: എന്നാൽ ഇപ്പോൾ പാപത്തിൽ നിന്നും സ്വാതന്ത്ര്യം പ്രാപിച്ച് ദൈവത്തിന് ദാസന്മാരായിരിക്കിയാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലം വിശുദ്ധീകരണവും അതിൻ്റെ അന്തം നിത്യജീവനുമാകുന്നു. പ്രിയമുള്ളവരെ, ആത്യന്തികമായി നമ്മിലുണ്ടാകേണ്ടുന്ന ഫലം വിശുദ്ധീകരണവും ക്രമേണ അത് നിത്യജീവനും ആണ്. ക്രിസ്തു പറഞ്ഞു, എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. കർത്താവിൽ വസിച്ചവർക്ക് ഒരിക്കലും കർത്താവിനെ പിരിഞ്ഞ് ജീവിക്കാൻ സാധിക്കുകയില്ല. ദൈവസ്നേഹത്തിൽ നിന്നും നമ്മെ ആർ വേർപിരിക്കും? നഷ്ടമോ കഷ്ടമോ ഉയർച്ചയോ താഴ്ചയോ അധികാരങ്ങൾക്കോ വാഴ്ചകൾക്കോ ഒന്നിനും ക്രിസ്തുവിൽ നിന്നും നമ്മെ വേർപിരിക്കാൻ സാധിക്കുകയില്ല. ആത്യന്തികമായി നമ്മിൽ ഉണ്ടാകേണ്ടുന്ന ഫലം നിത്യജീവനാണ്. അതിന് ക്രിസ്തുവുമായി നമുക്ക് സുസ്ഥിരമായൊരു ബന്ധം ആവശ്യമാണ്. മൂന്നാമതായി, ശിക്ഷണബോധമുള്ള ഒരു ബന്ധം, ഡിസിപ്ലിൻഡ് റിലേഷൻഷിപ്പ്. കായ്ക്കാത്ത കൊമ്പൊക്കെയും അവൻ നീക്കിക്കളയുന്നു, കായ്ക്കുന്നതൊക്കെയും അധികം ഫലം കായ്ക്കേണ്ടതിന് അതിനെ വെടിപ്പാക്കുന്നു. ഒരു പ്രൂണിംഗ് പ്രോസസ്സിലൂടെ കടത്തിവിടുന്ന ഒരു ദൈവം. ശരിയായ ഒരു ശിക്ഷണ നടപടി നല്ല ഫലം പുറപ്പെടുവിക്കാൻ അത്യാവശ്യമാണ്. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 19 ഇപ്രകാരം പറയുന്നു: എനിക്ക് പ്രിയമുള്ളവരെയൊക്കെയും ഞാൻ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു. ആകയാൽ നീ ജാഗ്രതയുള്ളവനായിരിക്കുക, മാനസാന്തരപ്പെടുക. എബ്രായർക്കെഴുതിയ 12-ാം അധ്യായത്തിൽ പറയുന്നു: ഈ ലോകത്തിലെ അപ്പന്മാർ നിങ്ങളെ ശിക്ഷിച്ച് വഴി നടത്തിയപ്പോൾ അത് ആദ്യം സങ്കടമായിരുന്നുവെങ്കിലും പിന്നത്തേതിൽ നന്മയായി മാറി എന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടില്ലേ? അങ്ങനെയാണെങ്കിൽ ആത്മാക്കളുടെ നാഥൻ എത്രയധികം. പ്രിയമുള്ളവരെ, ധാർമ്മിക അച്ചടക്കം ജീവിതത്തിന് അനിവാര്യമാണ്.
അതിന് ചില ശിക്ഷണ നടപടികൾ നാം അനുഭവിച്ചേ മതിയാകൂ. വേണ്ടാത്തതും ഫലം കായ്ക്കാത്തതും ശരിയായി അല്ലാത്തതുമായ കൊമ്പുകൾ മുറിച്ച് ശരിയായി ഫലം അത്യധികമായി നിത്യജീവൻ പ്രാപിക്കാൻ നമുക്ക് ഈ ശിക്ഷണത്തിലൂടെ ദൈവം സാധ്യമാക്കി തരുന്നു. യേശു പറഞ്ഞു, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയാകുന്നു, എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും അവൻ നീക്കിക്കളയുന്നു. പ്രിയമുള്ളവരെ, ഈ വചനങ്ങളാൽ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.